കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ദശകം 1 ശ്ലോകം 2. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യൽ തന്വാ വാചാ ധിയാ വാ ഭജതി ബദ ജനക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകം നമുക്ക് ആദ്യം ഈ അന്വയം ആയിട്ട് നമുക്ക് അർത്ഥം നോക്കാം. ഏവം ചാൽ ഇപ്രകാരം, ദുർലഭ്യവസ്തൂനി സുലഭതയാ ഹസ്തലബ്ധേ അഭി. അതായത് ദുർലഭമായിട്ടുള്ള, വളരെ പ്രയാസപ്പെട്ടിട്ട് മാത്രം ലഭിക്കണ ഒരു വസ്തു സുലഭമായിട്ട്, സുലഭതയാ ഹസ്തലബ്ധേ കയ്യിൽ കൂടിയും ആ ദുർലഭ്യ വസ്തു നാലായിട്ട് പറയണ്ട ചില വ്യാഖ്യാനത്തിൽ. അത് നമുക്ക് ഓരോന്നായിട്ട് പോവാം. പക്ഷേ ഒരു ഇപ്രകാരം എന്താ, ഇത്ര ദുർലഭമായിട്ടൊരു വസ്തു സുലഭതയാ ഹസ്തലബ്ധേ കയ്യിൽ കിട്ടിയിട്ടും കൂടി ജനങ്ങൾ അന്യത് മറ്റുള്ള കാര്യങ്ങളെ, അല്ലെങ്കിൽ മറ്റുള്ള ദേവന്മാരെന്നോ മറ്റുള്ള വിഷയങ്ങളെന്നോ, അല്ലെങ്കിൽ ഭക്തിയോഗം അല്ലാണ്ട് മറ്റ് യോഗങ്ങളെന്നോ, ഭാഗവത അല്ലാണ്ട് ബാക്കി പുരാണങ്ങളെന്നോ പലതും അതിൽ പറയാം വേണമെങ്കിൽ. അപ്പോൾ ഇത് കിട്ടിയിട്ടും വേറെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ തന്വാ വാച ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ധിയ ബുദ്ധിയോ കൊണ്ടോ അല്ലെങ്കിൽ എല്ലാം കൊണ്ടോ മൂന്നും കൂടിയോ ഭജതി ആരെ സേവിക്കണു അത് ഇയം ആ സേവിക്കണതിനുള്ള മറ്റുള്ള ദേവന്മാരെ ഇത് ഇത്ര സുലഭമായിട്ട് ഈ ബ്രഹ്മം തന്നെ കയ്യിൽ കിട്ടിയിട്ട് ബാക്കിയുള്ളതിനെ പറ്റി ബാക്കിയുള്ള ദേവന്മാരെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള പുരാണങ്ങളെ എന്താ വെച്ചാൽ നമ്മൾ ഭജിക്കണത് ഇയം ഈ കാര്യം സ്ഫുടാക്ഷുദ്രത ഏവ സ്പഷ്ടമായിട്ട്, സ്ഫുടം എന്ന് പറഞ്ഞാൽ സ്പഷ്ടം ക്ലിയറായിട്ടും, ക്ഷുദ്രത അതായത് വിഡ്ഢിത്തം അല്ലെങ്കിൽ മൂഢത, അവിവേകം തന്നെയാണ് അത് ശരിക്ക്. എന്നാൽ ഏതേ വയം താവത് ഞങ്ങളോ, ഇപ്പം ഈ ഭഗവാനും നമ്മളും ഒക്കെ എന്ന് പറയാം, നമ്മളിപ്പോൾ ഇത് വായിക്കല്ലേ. അപ്പോൾ ഏതേ വയം താവൽ ഞങ്ങളാകട്ടെ, ഏതേ വയം പറഞ്ഞാൽ ഞങ്ങൾ താവത് ആകട്ടെ എന്താ, വിശ്വപീഡാപഹത്यै ഈ ലോകത്തിലത്തെ എല്ലാ ദുഃഖങ്ങളുടെയും നാശത്തിനായിക്കൊണ്ട് സ്ഥിരതര മനസ്സ, നല്ല പോലെ ഉറച്ച മനസ്സോടുകൂടി ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നിശേഷാത്മാനം ഈ ലോകത്തിലത്തെ എല്ലാവരുടെയും ആത്മാവാണ്. നിശേഷം ഇനി ഒന്നിനും ഒഴിച്ചു നിൽക്കാൻ പറ്റില്ല. എന്തെല്ലാം കാണുന്നുണ്ടോ നമ്മൾ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ അതിൻ്റെ മുഴുവനെ ആത്മാവാണ്, അന്തര്യാമിയാണ്. നിശേഷാത്മാനം, ഒന്നിനെയും ഒഴിച്ചു വിടാതെ എന്തിൻ്റെയും ആത്മാവായിട്ട് നിൽക്കണ ഏനം ഈ എൻ്റെ മുമ്പിൽ നിൽക്കണ ആ ഗുരുപവനപുരാധീശൻ ഉണ്ടല്ലോ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ബ്രഹ്മം തന്നെ അവതരിച്ച ആ ഗുരുപവനപുരാധീശൻ ഉണ്ടല്ലോ, ഏവ ആശ്രയാമ ആ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഒരു വാക്യാർത്ഥം എടുക്കാച്ചാൽ. ഇനി നമുക്ക് എന്താണ് ഇതിൽ കുറച്ച് ഇതായിട്ട് പോവാൻ എന്താ ഉള്ളത് വെച്ചാൽ, അതായത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടുല്ലോ, പരമാത്മാവിനെ സാക്ഷാത്കരിക്കണമെങ്കിൽ പല സാധനങ്ങളും, അതായത് ഈ ശമം ദമം അങ്ങനെ ഉണ്ടല്ലോ യമങ്ങളും നിയമങ്ങളൊക്കെ അനുഷ്ഠിച്ച്
എപ്പോഴും ശ്രവണം മനനം ഒക്കെ നല്ലോണം ചെയ്ത് പിന്നെ എപ്പോഴും പരമാത്മാവിന് ബുദ്ധി സ്ഥിരമായി ഉറപ്പിച്ച് അങ്ങനെയൊക്കെ അനവധി കാലം ചെയ്താലാണ് പരമാത്മ സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ, ബ്രഹ്മം ജ്ഞാനം എന്നൊക്കെ പറഞ്ഞുല്ലോ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ദുർലഭമാണെന്നേ. ദുർലഭ്യ വസ്തുവാണ് ആര്? ഈ ഗുരുവായൂരിക്കണ ബ്രഹ്മം. അപ്പോൾ ഇങ്ങനെ പരമദുർലഭമായിരിക്കുന്ന ആ പരബ്രഹ്മം ഉണ്ടല്ലോ, അത് നമുക്കിതാ ഒരു പ്രയാസവും കൂടാണ്ട് ഗുരുവായൂരിങ്ങോട്ട് പോയാൽ കാണാം. അപ്പം ഹസ്തലബ്ധി നമ്മുടെ കയ്യിൽ കിട്ടിയ പോലെയാണത്. അത് നമ്മൾ മനസ്സിലാക്കാതെ ബാക്കി ദേവതകളെ, അന്യദേവതകളെന്നും കൂടി 4 തരത്തിൽ പറയാമെന്ന് പറയുന്നുണ്ട്. അന്യദേവതകളെ അത് പിന്നെ ആദ്യം നമുക്ക് ഈ ദുർലഭ്യ വസ്തു ബ്രഹ്മമായിട്ട് കണക്കാക്കാം. എന്നിട്ട് എന്താണ് അന്യത് എന്ന് പറയണ്ടല്ലോ, മറ്റുള്ളതെന്ന് അന്യദേവന്മാരെന്നും കണക്കാക്കി പറയാം. പിന്നത്തേന് വേറൊരു അർത്ഥമെടുത്ത് പറയാം. അപ്പം ഈ ബ്രഹ്മം സാക്ഷാൽ മുമ്പിലുണ്ടായിട്ടും നമ്മൾ അന്യദേവന്മാരെ ഭജിക്കണത് ശരിക്ക് പറയാച്ചാൽ വളരെ ഒരു എന്താണ് വിഡ്ഢിതാണ്. കാരണം ഈ ഭഗവാനെ ഭജിക്കണത് തന്നെയാണ് ശ്രേയസ്കരം. അതും ദൃഢതരായിട്ടുള്ള ബുദ്ധിയോടെ, അതായത് സ്ഥിരതര മനസ്സായിട്ട്. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? വിശ്വപീഡാപഹത്തെ, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും, നമ്മുടെ എന്നല്ല ലോകത്തിലത്തെ എല്ലാ ദുഃഖങ്ങളും മാറും, അത്ര ശക്തിയുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ പീഡകളെ, അതായത് 3 തരമാണല്ലോ താപം, നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ താപത്രയങ്ങളെ. അതായത് ആധ്യാത്മികം, ആദിഭൗതികം, ആധിദൈവികം. അതായത് പ്രകൃതിയിൽ നിന്നുണ്ടാവണതൊക്കെ ആധിദൈവികമാണ്, ഈ കൊടുങ്കാറ്റ് അതൊക്കെ. പിന്നെ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ തന്നെയാണ്, ഉള്ളിലുണ്ടാവണതാണ്, വേറൊരാളെ ഏൽപ്പിക്കണതല്ല. ആദിഭൗതികം എന്ന് പറഞ്ഞാൽ വേറൊരാളെ ഏൽപ്പിക്കണത്, അല്ലെങ്കിൽ നമ്മളെ ഹേർട്ട് ചെയ്യണത് വേറെ ആളാ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ നരിയോ സിംഹമൊക്കെ വന്ന് നമ്മൾ കടിക്കുക, അല്ലെങ്കിൽ പാമ്പ്, അതൊക്കെ വേറൊരു ഇതാണല്ലോ, നമ്മളുള്ളിൽ നിന്നല്ലല്ലോ. അതാണ് ആദിഭൗതികം. അങ്ങനെ 3 തരം താപങ്ങളാണ്. അപ്പോൾ വിശ്വത്തിലത്തെ ആ 3 തരം താപങ്ങളെ മുഴുവൻ ഉണ്ടാക്കാൻ ഈ ദേവനെ ബ്രഹ്മം തന്നെ ഇവിടെ അവതരിച്ച ആ ദേവനെ നമസ്കരിക്കേ വേണ്ടൂ. മാത്രമല്ല അദ്ദേഹം നിശേഷാത്മാനാണെന്ന് പറഞ്ഞുല്ലോ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെയും കൂടിയും അന്തര്യാമിയാണ് അല്ലേ. ഈ പരമാത്മ ചൈതന്യം തന്നെയാണ് സൃഷ്ടിക്ക് ബ്രഹ്മാവായിട്ടും സ്ഥിതിക്ക് മഹാവിഷ്ണുവായിട്ടും സംഹാരത്തിന് രുദ്രനായിട്ടും. അപ്പം അവരുടെയും കൂടിയും പിന്നെ പറയാനില്ല, ഈ കാണുന്ന പ്രപഞ്ചത്തിലത്തെ എല്ലാവരുടെയും ആത്മാവായിട്ടുള്ള ആ ഭഗവാനെ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ട്. അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യാത്തവരെ അവിവേകികളാണെന്ന് പറയാം. പക്ഷെ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണേ? സകല ദുഃഖങ്ങളും കളയാനായിട്ട്, അതായത് വിശ്വപീഡാപഹത്യയി ഞങ്ങൾ സ്ഥിരതര മനസ്സാ വളരെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നിശേഷാത്മാനം എല്ലാവരുടെയും അന്തര്യാമി ആത്മാവായിരിക്കുന്ന ഈ ഗുരുഭവനപുരാസനെ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്നാണ്. നമുക്ക് ഈ ബ്രഹ്മാണ് ദുർലഭ വസ്തു എന്നും അന്യത് എന്നുള്ളത് ദേവന്മാരുമാണെന്ന് പറയാച്ചാൽ, ഇനി നമുക്ക് ദുർലഭ വസ്തു ബ്രഹ്മാണെന്ന് എടുത്തിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇനി ഈ ദുർലഭ വസ്തുവിനെ നമുക്ക് മനുഷ്യജന്മം എന്നാക്കിയാൽ അങ്ങനെയും പറയാം. അതായത് മനുഷ്യജന്മം കിട്ടുന്നത് വളരെ ദുർലഭ. പറഞ്ഞില്ലേ നമ്മൾ 84 ലക്ഷം സ്പീഷീസിലൊക്കെ ജനിച്ചു കഴിഞ്ഞ അവസാനമാണ് ഈ വിവേകത്തോട് കൂടിയിട്ടുള്ള, അതായത് നമുക്ക് വിവേകമുണ്ട്, ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന്. നമ്മൾ വെറും ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടല്ല ജീവിക്കണതേ, ബാക്കി ജന്തുക്കളെ പോലെ അല്ലല്ലോ. അപ്പോൾ നമുക്ക് വിവേകിയായിട്ടുള്ള മനുഷ്യനായിട്ട് ഈ ജന്മം കിട്ടിയത് വാസ്തവത്തിൽ ദുർലഭമായിട്ടുള്ളൊരു വസ്തുവാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള കിട്ടിയിട്ട് നമ്മൾ എത്രയോ അനേക കോടി ജന്മങ്ങൾ എടുത്തിട്ട് അവസാനമാണ് നമ്മളെ ദുഷ്കൃതങ്ങളൊക്കെ അനുഭവിച്ച് നമ്മൾ അവസാനം ഇത് കിട്ടിയത്. അപ്പം ഇത് കിട്ടിയിട്ട് നമ്മൾ മനസ്സും വാക്കും അതാണല്ലോ, അതുണ്ടല്ലോ തന്വാചാധിയാവാ. എന്നിട്ട് ഈ നമ്മുടെ വാക്കും മനസ്സും ശരീരമൊന്നും ഉപയോഗിച്ചിട്ട് ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് ഈ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കണില്ല വച്ചാൽ അത് വിഡ്ഢിത്തം തന്നെയാണ്. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ഈ ഭഗവാനെ, ഈ ഗുരുവായൂരുള്ള ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ള ഞങ്ങളെ ഗുരുവായൂർ വന്ന് ഭജിക്കണു. അങ്ങനെ 2ാമത്തെ അർത്ഥം കേട്ടോ. ഇനി 3ാമത് ഈ ദുർലഭ്യ വസ്തുവിനെ ഭക്തിയോഗമായിട്ട് എടുക്കാം എന്ന് പറയുന്നുണ്ട്. അതായത് മനുഷ്യനായി ജനിച്ചു, അതൊരു ഭാഗ്യം. ശരി, മനുഷ്യനായി ജനിച്ചാലും
ഭഗവാനോട് ഭക്തി വേണമെന്ന് തോന്നാനും ഒരു ഇതുണ്ട്, ഒരു ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ ഭക്തിയോഗം തിരഞ്ഞെടുക്കാനും ഒരു ദുർലഭമായിട്ടുള്ള ചിലർക്കേ പറ്റുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉള്ള കുറച്ച് ആൾക്കേ ഭക്തി ആണ് നല്ലതെന്ന് പറഞ്ഞാൽ ഭക്തിയോഗത്തിൽ പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കർമ്മം നമുക്ക് എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം, കർമ്മത്തിന് യോഗ ആക്കണം, അത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ജ്ഞാനയോഗമാണെന്ന് വെച്ചാൽ അതിലേറെ പറയാനില്ല അല്ലേ. സകലത്തിനോടും വൈരാഗ്യം വേണം, ഒക്കെ വേണം. ഭക്തിയോഗം എത്ര മധുരാണെന്നാണ് പറയണത്. അതാണ് ദുർലഭ വസ്തു ഭക്തിയോഗമാണെന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഭക്തിയോഗത്തിൽ എന്താ, ഒന്നും വേണ്ട, വേറൊന്നും അറിവ് വേണ്ട. പിന്നെ എന്താണ്, എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഇന്ന തരത്തിൽ എല്ലാവരും ചെയ്യാവൂ, അല്ലെങ്കിൽ ഈ യമനിയമങ്ങളോ സാധനകളോ ഒന്നും വേണ്ട. ഭഗവാനെ സ്നേഹിക്കുക, എപ്പോഴും ഭഗവാനെ സ്മരിക്കുക, അത് മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് ശരിക്കെന്നെ പരബ്രഹ്മ സാക്ഷാത്കാരം അതേ ബാക്കി എല്ലാ യോഗങ്ങളെപ്പോലെ ലഭിക്കും. അപ്പം പിന്നെ എന്തിനാ മധുരമായിട്ടുള്ള ഭക്തിയോഗം അല്ലാതെ നമ്മൾ എടുക്കണത്? വെറും അവിവേകതയാണ് അല്ലേ? അതാണല്ലോ അങ്ങനെ ചെയ്യണത്, വെറും അവിവേകാണെന്നാണ്. മറ്റതുപോലെ തന്നെ, അതായത് സ്ഫുടാക്ഷുദ്രതായേവ എന്ന് പറയണം. ഭക്തിയോഗം അല്ലാണ്ട് എന്തെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ഷുദ്രത തന്നെയാണ്. അതിപ്പോൾ മേപ്പത്തൂർ ചീത്തയായിട്ട് പറയുന്നല്ല കേട്ടോ. അദ്ദേഹം ഭക്തനായതുകൊണ്ട് ഭക്തിയോഗത്തിൻ്റെ പ്രാധാന്യത്തിനെ പറ്റി പറയുക. എപ്പോഴും അങ്ങനെയാണല്ലോ. അവനവനെന്താ വിശ്വാസം വെച്ചാൽ അതിനെ നല്ലോണം നമ്മൾ നല്ലോണം റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും മറ്റതർത്ഥം നല്ലതല്ല എന്ന് പറയുക, അത്ര ഇതിനർത്ഥമുള്ളൂ. അപ്പോൾ പറയണ ഈ ഭക്തിയോഗ ഇത്ര ദുർലഭമായിട്ട് നമുക്ക് ഈ ഭക്തി വേണം എന്നുള്ളൊരു മനസ്സിൽ തോന്നിയിട്ട് ഭക്തിയോഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചുല്ലോ. ഇനി അതല്ലാതെ ബാക്കി അതിദുർഘടമായിട്ടുള്ള യോഗങ്ങളൊക്കെ നോക്കി എന്തിനാ പോണത്? അത് ശരിക്കും ക്ഷുദ്രത തന്നെയാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ഭക്തിയോടുകൂടി ഇതാ ഈ ഗുരുപവനപുരേശനെ ആശ്രയിക്കുന്നു. അതാണ് മൂന്നാമത്തെ. ഇനി നാലാമതൊന്ന് ദുർലഭ വസ്തു എന്താ അറിയോ? ഭാഗവതം. ചെറുത് എഴുതണതിൻ്റെ മുമ്പേ ആണല്ലോ. അപ്പോൾ പിന്നെ മേപ്പത്തൂര് ഭാഗവതത്തിലെത്തി അല്ലേ, ഭാഗവതത്തിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ദുർലഭ്യ വസ്തു, ഈ ലോകത്തിൽ ഏറ്റവും ദുർലഭമായ വസ്തു ഭാഗവതമാണ്. അതിനൊരു പ്രധാന കാരണമുണ്ട് കേട്ടോ പറയാൻ. എന്താ വെച്ചാൽ വ്യാസഭഗവാൻ എല്ലാ പുരാണങ്ങളും എഴുതിയിട്ടും ഈ ഉപനിഷത്തുകളെല്ലാം വ്യാഖ്യാനിച്ചിട്ടും എന്ന് വേണ്ട എല്ലാ കൃതികളും ചെയ്തു കഴിഞ്ഞിട്ടും വ്യാസഭഗവാന് മനസ്സിനൊരു മൗഢ്യം, അങ്ങനെ എന്തോ മാത്രമല്ല മഹാഭാരതവും എഴുതി കഴിഞ്ഞിട്ട്, പഞ്ചമവേദമാണല്ലോ, 4 വേദവും വ്യവസിച്ചു. അതായത് എല്ലാം ഡിവൈഡ് ചെയ്തു, എല്ലാം വേണ്ട പോലെ ആക്കി. അത് കഴിഞ്ഞ് ഉപനിഷത്തുക്കളെയൊക്കെ വ്യാഖ്യാനിച്ചു. അത് കഴിഞ്ഞ് 18 പുരാണമാണ് ആകെയുള്ളത്. 17 പുരാണവും എഴുതി, എല്ലാം ചെയ്തിട്ടും മഹാഭാരതവും എഴുതി. എന്നിട്ടും അദ്ദേഹത്തിന് മനസ്സിനൊരു വേണ്ടത്രൊരു സന്തോഷം. ഇതൊക്കെ ചെയ്യുമ്പോൾ എത്ര സന്തോഷം വേണം, സ്വതേ പോരാ. അപ്പം അങ്ങനെ ദുഃഖിതനായിട്ടിരിക്കുമ്പോഴാണ് നാരദ മഹർഷി വന്നിട്ട് പറയണത് അങ്ങയുടെ ദുഃഖത്തിന് കാരണം അദ്ദേഹം അങ്ങ് ധർമ്മത്തിനെ പറ്റിയിട്ടൊക്കെ ശ്രീകൃഷ്ണൻ്റെ കഥ അതിലുണ്ട് മഹാഭാരതത്തിൽ. ധർമ്മത്തിനെ പറ്റിയൊക്കെ നല്ലോണം പറഞ്ഞു. പക്ഷേ ഭഗവാന്റെ കീർത്തി ധാരാളം സ്തുതിച്ചില്ല. ഭഗവത് കീർത്തി ആയിരിക്കണം ഏറ്റവും പ്രധാനം. അങ്ങനൊരു പുസ്തകം അങ്ങ് രചിച്ചില്ല. അതും കൂടി രചിച്ച അങ്ങക്ക് നല്ല സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭാഗവതം എഴുതിയതേ. അപ്പോൾ ഭാഗവതം എഴുതി കഴിഞ്ഞപ്പോൾ എന്താ, വ്യാസഭഗവാന് പിന്നെ ഒരു മനസ്സിനൊരു ഇത്രയൊരു ശാന്തി വേറെ എപ്പോഴും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് വായിച്ചവർക്കും പഠിച്ചവർക്കും ഒക്കെ ആ ശാന്തി കിട്ടാനും തുടങ്ങി. ഈവൻ ശുഖബ്രഹ്മർഷി വലിയ ജ്ഞാനിയാണ്. അദ്ദേഹം പിന്നെ പരമാത്മ സാക്ഷാത്കാരം ലഭിച്ച ആളാണ്. ശരിക്കും ഭാഗവതമൊന്നും വേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്. കാരണം ഭഗവാനായിട്ട് കംപ്ലീറ്റ്ലി സാക്ഷാത്കരിച്ച ആളാണ് വ്യാസനേക്കാളും. മകനായിട്ടുള്ള ശുഖബ്രഹ്മർഷി. ആ ശുഖബ്രഹ്മർഷിക്ക് പോലും ഇത്ര പരമജ്ഞാനിയായിട്ട് പോലും ഭാഗവതത്തിൽ രസം തോന്നി. അതുകൊണ്ടാണല്ലോ ഭാഗവതം പല പ്രാവശ്യം വായിച്ച് ബൈഹാർട്ടാക്കുകയും ചെയ്തു. എന്നിട്ടാണ് പരീക്ഷത്തിനൊക്കെ പറഞ്ഞു കൊടുത്തത്. അപ്പം അങ്ങനെയുള്ള പരമജ്ഞാനികൾക്ക് പോലും ഭാഗവതം ഇഷ്ടമാണ്. അവർക്ക് ശാന്തിക്ക് ഇതൊന്നും വേണ്ട എങ്കിൽ പോലും. അപ്പം അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ദുർലഭ വസ്തുവിനെ ഭാഗവതമായിട്ടും വേണമെങ്കിൽ കണക്കാക്കാം എന്നാണ് പറയണത്. അതായത് ഇതൊക്കെ കഴിഞ്ഞ് ദുഃഖമൊക്കെ അനുഭവിച്ചപ്പോൾ ഈ വയ്യാതെയൊക്കെ ആകുമ്പോൾ അവസാനം ഭാഗവതത്തിൻ്റെ അടുത്തെത്തി. അതിന് കാരണം ഇതും പറയുമല്ലോ, നമുക്ക് ആ കഥ ഉണ്ടല്ലോ, ഐതിഹ്യം. എഴുത്തച്ഛൻ മത്സ്യം തൊട്ട് കൂട്ടാൻ പറഞ്ഞു എന്ന് പറഞ്ഞുവോ.
അപ്പോൾ മത്സ്യാവതാരം തൊട്ടുള്ള കഥകൾ മുഴുവൻ പറയൂ എന്നുള്ള അർത്ഥത്തിൽ ആണ് പറഞ്ഞത്. അത് വെപ്പത്തൂരിന് മനസ്സിലായി. അപ്പോൾ ഭാഗവതത്തിൽ മുഴുവൻ ഉണ്ടല്ലോ എല്ലാ അവതാരങ്ങളും. പിന്നെ ഭഗവാന്റെ കഥയുണ്ടല്ലോ, ശ്രീകൃഷ്ണാവതാരം വിസ്തരിച്ചിട്ടുണ്ടല്ലോ. അത് അപ്പം അങ്ങനെ ഭാഗവതത്തിൻ്റെ അടുത്ത് എത്തിയല്ലോ. അപ്പോൾ അതാണ് പറയണത്, ആ ഭാഗവതാണ് ആ ദുർലഭ വസ്തു എന്ന് പറയാം. അപ്പം ബാക്കി അന്യൽ എന്നുള്ളത് മറ്റുള്ള കാര്യങ്ങൾ ഏതാ? മറ്റു പുരാണങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ അതിൽ പറയണേ? ഇത്ര ദുർലഭമായിട്ടുള്ള ഭാഗവതം എനിക്ക് ഹസ്തലബ്ധയെ കയ്യിൽ കിട്ടിയിട്ടും ഞാൻ, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനത്തെ ഭാഗവതം നമുക്ക് സുലഭമായിട്ട് കയ്യിലുള്ള സമയത്ത്, അല്ലെങ്കിൽ എന്താണ് പണ്ഡിറ്റ് ഗോപാലൻ നായർ വ്യാഖ്യാനത്തോടുള്ള ഭാഗവതം ഗുരുവായൂർ ദേവസ്ഥയിലുള്ള സമയത്ത് അന്യപുരാണങ്ങളെ അല്ലെങ്കിൽ മറ്റു കാവ്യപുരാണങ്ങളെ നമ്മുടെ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധിയോ കൊണ്ടോ ആശ്രയിക്കണത് അവിവേകം തന്നെയാണ്. പക്ഷേ നമ്മളത് ചെയ്യണില്ല. നമ്മൾ വാക്കുകൊണ്ടും എന്താണ് ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും ഭാഗവതം തന്നെ ആശ്രയിക്കണു എന്നും എടുക്കാം എന്നാണ്. അങ്ങനെ 4 തരത്തിൽ, അതായത് 4 ദുർലഭ വസ്തു: ബ്രഹ്മം, മനുഷ്യജന്മം, ഭക്തിയോഗം, ഭാഗവതം. ഏതെടുത്ത് നോക്കിയാലും ഈ ശ്ലോകം അതിന് ശരിക്കും നമുക്ക് പറ്റും. അപ്പോൾ ഭാഗവതമാണ് ഈ ദുർലഭമായിട്ടുള്ള വസ്തു വെച്ചാൽ ഞാൻ എന്താ ചെയ്യണത്? മേപ്പത്തൂർ എന്താ ചെയ്യണത്? അതായത് ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്ന ഒരു സ്തോത്രത്തിൻ്റെ രൂപത്തിൽ ഭാഗവതത്തെ അർത്ഥത്തിനെ മുഴുവനും നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തിനാ അത് ചെയ്യണം അദ്ദേഹം? അദ്ദേഹത്തിന് ദണ്ണം മാറാൻ മാത്രമല്ല, ഓഫ് കോഴ്സ് അത് പറഞ്ഞിട്ടുണ്ട് 3-ാമത്തെ അധ്യായം തൊട്ട്. പക്ഷേ ശരിക്കും പറയാച്ചാൽ വിശ്വപീഡാപഹത്യ, ഈ വിശ്വത്തിലത്തെ പീഡ മുഴുവൻ കളയാൻ തന്നെയാണ് അദ്ദേഹം ഈ ഭാഗവതം കയ്യിലെടുത്തത്. വിശ്വപീഡാപഹത്യയ്ക്ക് വേണ്ടിയിട്ടാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്ഥിരതര മനസ്സാ. എത്ര വേദന ഉണ്ടെങ്കിലും എന്ത് ദണ്ഡമുണ്ടെങ്കിലും ഞാൻ ഇത് ചെയ്തേ ഇരിക്കൂ എന്നുള്ള വാശിയോട് കൂടിയിട്ട് തന്നെയാണ് ഭാഗവതം അദ്ദേഹം എടുത്തത്. പിന്നെയോ, അതായത് ഭാഗവതത്തിലെ സാരാംശം ഒന്നും ഒട്ടും വിട്ടുപോവാണ്ട് നല്ലോണം മനസ്സ് വെച്ച് മുഴുവനെ സംഗ്രഹിച്ച് ആവാം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഭാഗവതം എടുത്തത്. എന്നിട്ടോ ഈ എൻ്റെ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും പറ്റണ അത്ര ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ഞാൻ സ്തോത്രങ്ങളെ കൊണ്ട് ഭജിക്കുന്നുണ്ട്. പിന്നെ അങ്ങനല്ല, ഈ ധിയാന്നുണ്ടല്ലോ, തന്വാ വാച ധിയ. ധിയ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ഭഗവാനെ തന്നെ സ്മരിച്ചിട്ടാണ് അത് എഴുതണത്. അപ്പം അതിന് ശക്തി ഉണ്ടല്ലോ. ഞാൻ അതും കൂടി ഞാൻ ഭഗവാനെ നല്ലോണം എൻ്റെ ബുദ്ധി കൊണ്ട് സ്മരിച്ചും കൊണ്ട് എഴുതുകൊണ്ട് ആ ഭഗവത് മാധുര്യം ഇതിലുണ്ടാവി, അതിൻ്റെ മാധുര്യ ഗുണം ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ ഇതിന് ഈ 2 ശ്ലോകം ശരിക്കും പറയാച്ചാൽ മംഗളാചരണ ശ്ലോകമാണ് ഇതിൻ്റെ. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും മംഗളാചരണമാണ്. അതായത് ശരിക്കും പറയാച്ചാൽ പരബ്രഹ്മം ആയിട്ടുള്ള അല്ലെങ്കിൽ അൺമാനിഫെസ്റ്റഡ് ഫോമാണ്. അൺമാനിഫെസ്റ്റഡ് ആണ്, ഫോമില്ലല്ലോ. അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഭഗവാനെ മാനിഫെസ്റ്റേഷനായിട്ടുള്ള കൃഷ്ണനിൽ കൂടെ ഭാഗവതത്തിലത്തെ കഥകളെ ആസ്വദിച്ച് പരബ്രഹ്മത്തിനെ തന്നെ ശരിക്കും സ്തുതിക്കണ ഒരു കൃതിയാണ് നാരായണീയം എന്നാണ് പറയണത്. ഭാഗവതം അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങണത്. അതേപോലെ തന്നെയാണ് നാരായണ. ഈ 2 ശ്ലോകത്തിനാണ് മംഗളാചരണ ശ്ലോകം എന്ന് പറയുക. അതായത് പരബ്രഹ്മമായിട്ട് തന്നെയാണ് ശരിക്കും കാണുന്നത്. പക്ഷെ പിന്നെ ഭാഗവതത്തെ കഥയിലത്തെ ആ കൃഷ്ണൻ പരബ്രഹ്മമാണ് ധ്യാനിച്ചിട്ട് മുഴുവനെ എഴുതുകയാണെന്നാണ് പറയണത്. മാത്രമല്ല മേപ്പത്തൂരിൻ്റെ ദണ്ണം മാത്രം മാറാനല്ല, വിശ്വപീഡാപഹത്യ. അതിന് 2 അർത്ഥം എടുക്കാം. ഈ വിശ്വത്തിലത്തെ എല്ലാ പീഡകളെയും അകറ്റാനും, വിശ്വത്തിൽ 3 തരം പീഡകളാണ്, അതിനെ അകറ്റാനും ഒരാളുടെ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ വിശ്വപീഡാപഹത്യ എന്ന് പറഞ്ഞാൽ വിശ്വത്തിലത്തെ എല്ലാവരുടെയും ദുഃഖത്തിന് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറയാം. അപ്പോൾ ഇതിൽ ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട്: നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാദ് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. ഓൾമോസ്റ്റ് ആ ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥം കൂടിയും ഇതിൽ പെട്ടും കൊണ്ടാണ് ആക്ച്വലി ഈ ശ്ലോകം എഴുതിയിരുന്നത്. അപ്പോൾ ഇത് ഭക്തന്മാർക്കൊക്കെ രസിക്കണം എന്നും കൂടി അദ്ദേഹം അത്ര വിചാരിക്കുന്നുണ്ട്. ഭാഗവതം അങ്ങനെയാണല്ലോ. അതാണല്ലോ നിഗമകൽപ്പതരോർഗളിതം ഫലം. എന്താ ഭാഗവതം എന്താന്നാ പറയണ അറിയോ?
വേദം ആകുന്ന വൃക്ഷത്തിൻ്റെ ഒരു ഫലമാണെന്നാണ്. അതായത് എല്ലാ വേദങ്ങളുടെയും സംഗ്രഹം ഭാഗവതത്തിലുണ്ടെന്നാണ് പറയണത്. അപ്പോൾ വേദമാകുന്ന വൃക്ഷത്തിൻ്റെ നല്ലൊരു ഫ്രൂട്ടാണ് ഭാഗവതം. അത് ശുഗൻ്റെ ശുഖബ്രഹ്മർഷിയാണല്ലോ പറഞ്ഞത് പരീക്ഷത്തിനോട്, അതല്ലേ നമുക്കുള്ളത് നമ്മുടെയിലുള്ള ഭാഗവതം. അപ്പം ശുഖബ്രഹ്മർഷിയുടെ മുഖത്തുനിന്ന് അമൃത് പോലെ അത് വരികയാണ്. അത് നല്ലോണം പിബത, അത് പിബത ഭാഗവതം, അത് കുടിക്കൂ എന്നിട്ട് രസിക്കൂ എന്നാണ് ഭാഗവതത്തിൽ പറയണതേ. അതേപോലെയാണ് മേപ്പത്തൂര് ആക്ച്വലി നമുക്കൊന്നും കൂടി എളുപ്പമാക്കി തന്നു മേപ്പത്തൂര്. എന്താ ചെയ്ത വെച്ചാൽ ആ വേദമാകുന്ന വൃക്ഷത്തിൻ്റെ ഫലം ആണല്ലോ ഭാഗവതം. ആ ഫലത്തിനെ, ആ ഒരു മാങ്ങ പോലെ ഒരു പഴത്തിനെ എന്ത് ചെയ്തു, പിന്നെ അതിൻ്റെയും സാരം എടുത്തു മേപ്പത്തൂര്. അതായത് അതിൻ്റെ ജ്യൂസാണ് നമുക്ക് തന്നത്. നമുക്ക് ഇനി കുടിക്കേ വേണ്ടു. മറ്റതിപ്പോൾ നോക്കൂ, ഒരു ഫലമാണെച്ചാൽ തോലുണ്ടെങ്കിൽ കളയണം, നുറുക്കണം ഒക്കെ വേണമല്ലോ. ആ ഒരു പണിയും കൂടി നമുക്കില്ലാതെയാണ് ഈ വേദവൃക്ഷത്തിൻ്റെ ഫലമാകുന്ന ഭാഗവതത്തിനെ പിഴിഞ്ഞ് അമൃത് പോലെ രസാക്കിയിട്ട് നമുക്ക് മേപ്പത്തൂര് തന്നത്. അതായത് ആ നിഗമകതൽപകരോർഗളിതം എന്നുള്ള ഭാഗവത വളരെ ഫേമസ് ആയിട്ടുള്ള ആ ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥം കൂടിയും ഇതിലുണ്ട് എന്നാണ്. അപ്പോൾ ഈ 2 ശ്ലോകം ശരിക്കും പറയാച്ചാൽ പരബ്രഹ്മമായിട്ട് തന്നെയാണ് പിന്നെ ഗുരുവായൂരിലത്തെ ഗുരുവായൂരപ്പനെന്ന് പിന്നെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇനിയാണ് ഈ തേർഡ് പിന്നെ ശ്ലോകം തൊട്ടാണ് ഭഗവാനെ വർണ്ണിക്കാനൊക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ ആദ്യത്തെ 2 ശ്ലോകം ഈ മംഗളാചരണമാണ്. എന്താ, ഈ ഭഗവാൻ പരബ്രഹ്മമായിട്ട് കണ്ടുകൊണ്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ ശ്ലോകത്തിൽ നമുക്ക് കാര്യമായിട്ട് എന്താ ഏറ്റവും അധികം നമുക്ക് ഓർമ്മിക്കാന്ന് വെച്ചാൽ ദുർലഭ വസ്തുവിനെ 4ആയിട്ട് നമുക്ക് വിചാരിക്കാം. ദുർലഭമായിട്ടുള്ള ബ്രഹ്മം, അത് ഗുരുവായൂരാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മൾ വിഡ്ഢിത്താണ്, ക്ഷുദ്രതയാണ്, പ്രാർത്ഥിക്കാണ്ടിരിക്കണ ആരെ, ഈശ്വരനെ. പിന്നെയോ ദുർലഭമായിട്ടുള്ള ഭക്തിയോഗം കളഞ്ഞിട്ട് കർമ്മയോഗത്തിലേക്കും വളരെ വിഷമായിട്ടുള്ള ജ്ഞാനയോഗത്തിലേക്കൊന്നും പോണ്ട, ഭക്തിയോഗം മാത്രം മതി എന്ന് പറയണതാണ്. പിന്നെയോ ദുർലഭമായിട്ടുള്ള ഒരു ഭാഗവതത്തിൻ്റെ സംഗ്രഹമാണത്. അപ്പോൾ വേറെ ഒന്നും ആലോചിക്കണ്ട, അതിലും ശാന്തി തരണതും അതിലും വിശ്വപീഡാപഹത്യ ചെയ്യണതും നമ്മുടെ താപങ്ങളെ അകറ്റണതും അതുപോലെ വേറെ ഒന്നുമില്ല എന്ന് 4 തരത്തിൽ നമുക്ക് ഈ ദുർലഭ വസ്തുവിനെ വിചാരിക്കാം. മാത്രമല്ല ആ ദുർലഭ വസ്തു കിട്ടിയിട്ട് നമ്മൾ വേണ്ട പോലെ ഉപയോഗിക്കാത്തത് അവിവേകമാണ് എന്നും, എന്നാൽ ഇന്ന് ഞങ്ങളോ സകല ദുഃഖങ്ങളുടെയും, ഇന്ന് ഞങ്ങളെ പറഞ്ഞു അദ്ദേഹവും നമ്മളുമൊക്കെ നാരായണീയം പഠിക്കണവരൊക്കെ ഇന്ന് നമ്മൾ ആ അവിവേകം കാണിക്കില്ല. എന്താ ചെയ്യണം നമ്മൾ? ഇന്ന് നമ്മൾ സകല ദുഃഖങ്ങളുടെയും നാശത്തിനായിട്ട് നല്ല ഉറച്ച മനസ്സോടു കൂടിയിട്ട് സർവാത്മാവായിട്ടുള്ള സർവഭൂതങ്ങളുടെയും ആത്മാവായിരിക്കുന്ന അല്ലെങ്കിൽ സർവാന്തര്യാമിയായിരിക്കുന്ന ആ ഗുരുഭവന പുരാധീശനെ ഞങ്ങളിതാ സർവാത്മന ആശ്രയിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ആ ശ്ലോകം ഒന്നും കൂടി ചൊല്ലി ഞാൻ നിർത്താം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യൽ തൻവാ വാചാ ധിയാ വാ ഭജതി ബദ ജന ക്ഷുദ്രതൈവ സ്ഫുടേയം ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ശ്രയാമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. Very good.